മോഡലിംഗ് ഇങ്ങനത്തെ ഒരു കൾച്ചർ ചൂസ് ചെയ്യാൻ കാരണം See, film ചെയ്യണമെങ്കിൽ പേഴ്സണൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിലിം ചെയ്യാൻ ഒരിക്കലും എപ്പോഴും മലയാളത്തിൽ തന്നെ ചെയ്യണമെന്നുള്ള എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു. ആൻഡ് ഇവിടുത്തെ കഥ ടു ടെൽ സ്റ്റോറീസ് ഫ്രം കേരള ടു ദ വേൾഡ്, അതായത് ദാറ്റ് ഇസ് മൈ ഐഡിയ. അപ്പം തെയ്യം നമ്മുടെ ഈ ആൻസസ്റ്റർ വർഷിപ്പ് ആനിമൽസ് ഇതെല്ലാം തെയ്യം ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുള്ളി ടെക്സ്റ്റഡ്. ദാറ്റ് ഇസ് ദ റീസൺ വൈ തെയ്യം ഞാൻ യൂസ് ചെയ്തത്. സാർ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കേട്ടപ്പോൾ സൗണ്ടിന്റെ ഭാഗം എത്രത്തോളം സാറിന് കുട്ടിയാന്നുള്ളതായി. അപ്പം എത്രത്തോളം അതായത് മലയാളത്തിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അതിന്റെ സിഗ്നേച്ചർ ആയിരിക്കണം എന്നുള്ള നിലയിൽ തന്നെ ആയിരുന്നു ഈ ഒരു പ്രോജക്റ്റ് ഭയങ്കര മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ സിഗ്നേച്ചർ സംഭവമൊന്നുമില്ല. ബേസിക്കലി നമ്മളൊരു ഈ ജോണറുകൾ സിനിമ ചെയ്യുമ്പോഴും ഈ ശബ്ദമൊക്കെ ഒറ്റയ്ക്ക് ആൾക്കാരെ കഴിക്കുന്ന പരിപാടി അത് വേണ്ട എന്ന് ഞാൻ ഒരു ബേസിക് ഡിസൈൻ കൺസെപ്റ്റിൽ അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചു. ഐ വോണ്ട് ടു വർക്ക് ഇൻ ഫിയർ ആസ് എൻ ഇമോഷൻ. അതൊരു ലോങ് സ്റ്റാൻഡിങ് ഇമോഷനാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വൺ സ്പൊറാഡിക് വൺ സ്പൈക്ക് അങ്ങനെ അല്ലാതെ ഒരു ലോങ് സ്റ്റാൻഡിങ് ഇമോഷനായിട്ട് നിൽക്കണം. അത് ഫിയർ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഫിയർ ഉണ്ട്. അപ്പം പേരൻസ് ആർ ഫിയർ, ദേ ആർ സ്കെയർഡ് അബൌട്ട് ദെയർ ചിൽഡ്രൻ ഗോയിങ് ആസ്ട്രേ. നമ്മൾ കുട്ടികൾ ബൈക്കിൽ പോകുമ്പോഴും ഒക്കെ സംഭവിച്ചു പോകും, ബൈക്കിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഇറ്റ്സ് കോൺസ്റ്റന്റ്ലി ഇൻ അവർ psyche, fear as an emotion. അത് ഒരു സിനിമയിൽ നമ്മൾ കാണിക്കുന്ന പ്രത്യേക സ്റ്റോറിയിൽ ഹൗ യു വീവ് ഇറ്റ് ഇൻ. And sound has the ability to bring people sick inside the film. I wanted to work a very ambisonic sound design so that people stay put, people stay with the film and yet feel, there is a sense of danger happening. We wish that the kids would have done something like that. It is the same feeling that a parent would feel when their young child, who has not got a license, takes bikes out of the house. I want the same feeling to come to the audience. It's kind of a, how can I connect the everyday reality of our living to a film of this genre and kind? See, Rasool is the player. I know him, we are family. You know him, he is my cousin. So and we are like family, so like I said, we are never cousins. വടക്കൻ ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പാണ്. Family group. So he was always there to take advantage support for everything. In terms of the cast, ഇപ്പോൾ ആരും മനസ്സിൽ ഉപയോഗിച്ചിട്ടല്ലായിരുന്നു ഞാൻ വിളിച്ചിട്ട് എഴുതി തുടങ്ങിയത്. ഞങ്ങൾ ഈ കഥാപാത്രം മനസ്സിലാക്കി ഞങ്ങൾ അതിനുശേഷം അതിന് ഫ്ലഷും ബോംസും എല്ലാം വന്നതോടുകൂടി who do we talk to, who we talk to. അങ്ങനെ ഇതിന്റെ നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ one day sitting with us suggested Kishore sir's name, and I immediately called him, said we're meeting with me, told him the story, and he said I thought you will make me do 3-4 rounds of narration. We have to know when we started. And put it as like it. Then everything else was easy. All of them, one by one, everything fell in place. ഇത് കംപ്ലീറ്റ് ഒരു പരീക്ഷണ ചിത്രമാണ്. അപ്പോൾ ഇതിന്റെ ത്രെഡ് ഉണ്ടായിരുന്നു, ഇതിന്റെ ആദ്യത്തെ ത്രെഡ് ഇങ്ങനെ ചെയ്യാനൊരു ഐഡിയ വന്നിട്ടുള്ളത് മനസ്സിലായില്ല. കംപ്ലീറ്റ് ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ത്രെഡ് എവിടെയായിരുന്നു ഇങ്ങനെ ചെയ്യാനൊരു ഐഡിയ, ഇതിന്റെ ഫസ്റ്റ് തോട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ റിയാലിറ്റി ഷോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ലോകത്ത് നടക്കുന്ന എല്ലാം ഒരു റിയാലിറ്റി സംബടി ഓൾ ദ വേൾഡ് സ്റ്റേജ് ഓൾ ദ പീപ്പിൾ ആർ പ്ലേയിങ് ബൈ സംബടി എൽസ്, അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത്. ഇപ്പോൾ ബിഗ് ബോസ് നോക്കിയാൽ ബിഗ് ബോസിന്റെ പീപ്പിൾ ആൾക്കാർക്ക് അഡിക്ഷൻ ഒക്കെ ലുക്ക് അറ്റ് ഓൾ ദോസ് തിങ്സ് കൺട്രോൾ ബൈ സംബടി. യു കൻ സീ എലമെന്റ്സ് ഓഫ് അതോറിറ്റേറിയനിസം ഇൻ ദിസ് തിങ്. അപ്പോൾ ആ ഒരു തരത്തിൽ നിന്നാണ് ആ റിയാലിറ്റി ഷോയുടെ കൺസെപ്റ്റ് തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പാരനോർമൽ സ്റ്റോറീസ് ചെയ്യാനും ഗോസ്റ്റ്ലി വിഷൻസ് ചെയ്യാനും വൺ ഓഫ് ദ ബെസ്റ്റ് മീഡിയംസ് ഇസ് ഹിഡൻ ക്യാമറ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്യാമറയിൽ കാണുന്ന വിഷ്വൽസ് നമ്മൾ യൂട്യൂബിൽ പോയി നോക്കി കാണാൻ കഴിയും. എന്താ പറയുക, ഗോസ്റ്റ് ഫോട്ടോ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി ക്യാമറയിലുള്ള ഗോസ്റ്റ് ഇമേജസ്. അപ്പോൾ അത് ആൾക്കാരുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു നെഗറ്റീവ് എത്തിയത്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ MTV ഗേൾസിനായിട്ട് ഒരു ഹൊറർ റിയാലിറ്റി സീരീസ് ചെയ്യുന്ന സമയത്ത്
ഇതേ ട്രീറ്റ്മെൻറ്റാണ് അതിനകത്ത് യൂസ് ചെയ്തത്. സോ ഐ ഹാവ് സക്സസ്ഫുള്ളി attempted it and it was successful then. So it's very easy for me to adapt it to this format. Then everything just took off from there. ഇതാക്കാം അത് ഞാൻ കുറച്ച് AI ഉപയോഗിച്ചിട്ടുണ്ട്. കുറേ AI പ്ലഗിൻസ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വോക്കൽ ക്രിയേറ്റ് ചെയ്തത്. You feel a man inside a woman. Okay. So that it sort of justifies the story. I wanted that. അത് ഒന്ന് ഒറ്റയടിക്ക് കേൾക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ ലെയേഴ്സ് അതിനകത്തുണ്ടാകും. There are various layers of sounds that I have put together, including animals. Plus, just the vocal processing is done through an AI-based platform. So it creates, sometimes you feel like a snake, sometimes you feel very monstrous, sometimes you feel very selective, you know. So as per the expression keeps changing, I have to draw lines to create, അതിൻ്റെ എസെൻസ് പോകാതെ എന്നാൽ നമുക്ക് സൗണ്ട് എങ്ങനെ ഭയങ്കര ഓവർബോളിങ് ആകാതെ ആ എസെൻസ് പോകാതെ നിലനിർത്തുക. ഓരോ മൊമെൻറ്റിലും അവിടെ ഓരോരോ എലിമെൻറ്റ്സ് ആയിട്ട് കാണിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഉള്ള സ്ഥിതിയുള്ള Adam and Eve, our concept, suddenly the snake comes in. In certain sections, I made her feel like palm in the silk. You make the voice sound like that. So it's been, it's very carefully crafted like that. That's probably that scene comes across very, it is the right note. Actually, എല്ലാവരും ഒരുമിച്ച് on set, this was sort of caused all this after the shooting. Shooting സമയത്ത് സജീവ് സർ, കേക്കോ മാം, കിഷോർ, ഉണ്ണിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് സജീവ് സർ എന്നോട് പറഞ്ഞു ബിക്കോസ് ഐ വാസ് ക്യാരിയിങ് ദാറ്റ് സ്റ്റാർട്ടിങ് വിത്ത് അങ്ങനെ മേഘ പ്രോസസ്സായിട്ട് വന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ Sajid sir said that, Shruti, you tell me, നിങ്ങൾ പറയൂ, ഇതാണ് പോയിട്രി, ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഇതാണ് സ്കീം, നമുക്ക് ഇത് എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്തെടുക്കുക. സോ ഹി ഹാഡ് സം സജഷൻസ്. കേക്കോ മാം പറഞ്ഞു, ഓക്കെ ശ്രുതി എങ്ങനെയാണ് ഇപ്പോൾ ഇത് വാക്ക് ചെയ്യാൻ പോകുന്നത്, അതുപോലെ ലൈറ്റ്, ഇതാണ് കോറിഡോർ, ഇതാണ് നിങ്ങളുടെ ഒരു ഏരിയ, ഇതിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു കെയർഫുള്ളി കൊറിയോഗ്രാഫ് ചെയ്തത്. നിങ്ങൾ കറക്റ്റാണ് പറഞ്ഞത്, എല്ലാവരും ഓൺ പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ ആ ലൈറ്റിംഗ് ഓൾസോ മേഘയുടെ മനസ്സിൽ നടക്കുന്ന ചില ഫീലിങ്സ്, ചില മാറ്റങ്ങൾ, അതിനനുസരിച്ചിട്ട് അതുപോലെ ലൈറ്റ് ചെയ്തു. ഇഫ് യു സീ ഹി ഈസ് റിയാക്ടിങ് ഓൾസോ ടു മേഘയെ കാണാൻ പറ്റും, പക്ഷെ മേഘയുടെ ഈ മനസ്സിൽ മാറിയ വേറൊരു വേഷം കാണാൻ പറ്റും. സോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ബിലീവ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ഗോൺ ടു എ ഡിഫറെൻറ്റ് ടാൻജന്റ്. ആൻഡ് വി വർ വെരി കെയർഫുൾ. അതായത് എത്രയും ഡെലിക്കേറ്റ് ആയ ഒരു പോയിന്റാണ് പടത്തിൽ. സോ ഇറ്റ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐസെറ്റിക് വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ. ആൻഡ് വി thoroughly rehearsed it, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തത് ഷോട്ട്. And you can see the final product of it. Sir posted the work. It was wonderful. Hello. നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഹൊറർ ഫിലിം അല്ല, ഇതൊരു ടിപ്പിക്കൽ എന്താ പറയണ്ടേ, ഒരു കോൺജൂറിംഗ് പോലെയോ പഴയ ഈവിൽ ഡെഡ് പോലെയോ ഒക്കെ ഉള്ള ഒരു ഹൊറർ ഫിലിം അല്ല. ഇതൊരു ജംപ് സ്കെയർസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന, അങ്ങനെ തിയേറ്ററിൽ വരുന്ന ഒരു സിനിമയല്ല. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതൊരു പുതിയ ജോണർ ആണ്. ആ ജോണറയിലുള്ള സിനിമകൾ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെ ഹൊറർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പൊ നമ്മൾ അതിൽ ട്രെയിൻ ആവേണ്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ സിനിമകൾ കുറെ വേൾഡ് സിനിമയിൽ കുറെ സിനിമകൾ നമുക്ക് മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു എന്താ പറയുന്നത് തെറ്റായിട്ട് അതിനെ ഹൊറർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഇതൊരു പുതിയ ജോണറാണ്. ആ ജോണറിൽ ഒരു ആദ്യത്തെ സംരംഭമായിട്ടാണ് ഈ സിനിമ വടക്കൻ നിങ്ങൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു. ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരു സമയം പ്രപോലെ അയ്യോഭാവം പിടിച്ച കഥാപാത്രങ്ങളൊക്കെ പിന്നെ വില്ലനിലോട്ട് പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എനിക്ക് എമ്പുരാനിലുണ്ടെന്ന് കേൾക്കുന്നു.
ഒരു ക്ലിക്ക്ബൈറ്റിന് വേണ്ടിയിട്ടുള്ള ചോദ്യം പോലെ ആയിപ്പോയി. ഞാൻ എന്തിനാണ് അയ്യോ ഇല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വഴിയാറ്. ഇപ്പൊ തൽക്കാലം ഞാൻ ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതൊന്നും നടക്കുന്നത്. ഇപ്പൊ അടുത്തത് സത്യത്തില് ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് ഒരു കോമഡി ഡ്രാമയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ മറ്റേ ഈ നന്മമരം കളിച്ചു, പിന്നീട് വില്ലൻ കളിച്ചു, ഇപ്പൊ നെക്സ്റ്റ് ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഡ്രാമയാണ്. അത് ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ചേച്ചിയും ഞാനുമാണ് ത്രൂ ഔട്ട് അതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഞങ്ങളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവില് ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതിൽ വളരെ ദുഃഖമുണ്ട്. ദയവ് ചെയ്ത് ഉപദ്രവിക്കാൻ